നമസ്കാരം. നമ്മുടെ ഒളിവറുടെ കഥയിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതിയില്ല. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. അമേരിക്കയിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് നമ്മുടെ സമയം ഓർമ്മ വരണമെന്നില്ല. എൻ്റെ സുഹൃത്ത് വിമാക്കിന്റെ പ്രധാനപ്പെട്ട ഒരു പോരാളി പ്രശാന്ത് ഡേവിഡ് അതിരാവിലെ തന്നെ എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്നെ വിളിച്ചുണർത്തിയത് പോലും ചിലപ്പോൾ ആ മെസ്സേജ് ആയിരിക്കാം. അദ്ദേഹം ഒരു പത്രവാർത്തയാണ് അയച്ചു തന്നത്. അതിനോടൊപ്പം അടിയട സിമ്പൽ എന്നും കൂടി അദ്ദേഹം എഴുതി കണ്ടപ്പോൾ അന്നേരവും ചിരിച്ചു, എനിക്കിപ്പോഴും ചിരി വരുന്നുണ്ട്. വാർത്ത ഇതാണ്: In the early hours of Monday, Whaley Beach witnessed a rare sight. Dozens of olive ridley turtle hatchlings rushing to the sea. മലയാള പത്രത്തിലൊന്നും ഇത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് മലയാളം പറയാതെ ഇംഗ്ലീഷ് തന്നെ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയേണ്ടി വരുന്നതാണ്. കാരണം മലയാള പത്രങ്ങൾ ഇതൊന്നും കാണത്തില്ലല്ലോ. പോർട്ട് പൊളിക്കാൻ നടന്നവർക്ക് പോർട്ടിന് അനുകൂലമായ വാർത്തകൾ വരുമ്പോൾ അവർ മുക്കും. ഇവിടെ ആമക്കുഞ്ഞുങ്ങൾ ഒലീവ് റിഡ്ലി പ്രധാന കഥാപാത്രമാണ്. ഒലീവ് റിഡ്ലി ടേർട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോർട്ടിന്റെ കഥയിലെ പ്രധാന നായകരിൽ ഒരാളാണ്. വേളിക്കടപ്പുറത്ത് വന്ന് മുട്ടയിൽ നിന്ന് വിരിഞ്ഞതായിരിക്കാം. അവർ കടലിലോട്ട് പോകുന്ന വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ശ്രീ പ്രശാന്ത് എനിക്ക് അയച്ചു തന്നത്. The beaches of Veli and Tumba seem to have re-emerged as nesting sites for the vulnerable olive ridley turtles after ഡെക്കേഡ്സ് ആണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന കാഴ്ച പുനഃസൃഷ്ടിച്ചു. പോർട്ടും കപ്പലും ഒക്കെ വന്നപ്പോൾ അവരും സന്തോഷത്തിലായി. അവർക്കും തോന്നി. നമ്മുടെ സ്റ്റാലിൻ ഉണ്ടല്ലോ, തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞെന്താണ്, പുതുതായി കല്യാണം കഴിഞ്ഞവർ വളരെ പെട്ടെന്ന് കുട്ടികളെ ഉണ്ടാക്കണം, സൃഷ്ടി പ്രക്രിയ തുടങ്ങണം. അതൊക്കെ കേട്ടിട്ടായിരിക്കാം ആമയും തുടങ്ങി വളരെ വേഗത്തിൽ സൃഷ്ടി പ്രക്രിയ. A. Biju Kumar, professor of the Department of Aquatic Biology at University of Kerala, said Veli and Tumba beaches are sandy and do not have erosion issues. അടിയറ സിമ്പൽ. നമ്മളെ പേടിപ്പിച്ച് നമ്മളെ ഭൂതം കെടുത്തിയ ഒരു പ്രചരണ കാലമുണ്ടായിരുന്നു. വിമാനത്താവളം പോകും, ടൈറ്റാനിയം പോകും, തുമ്പ റോക്കറ്റ് സ്റ്റേഷനും അങ്ങ് വിട്ടിരിക്കുന്ന സാറ്റലൈറ്റുകളും എല്ലാം എടുത്തുകൊണ്ട് പോകും. കാലമാടൻ തുറമുഖം വന്നാൽ, ബ്രേക്ക് വാട്ടർ പണിതാൽ, അങ്ങനെ തുമ്പ ഉൾപ്പെടെ പോകുമെന്ന് പറഞ്ഞെടുത്ത് എ. ബിജുകുമാർ, പ്രൊഫസർ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അക്വാറ്റിക് ബയോളജി, പറയുന്നു തുമ്പയിൽ കടലാക്രമണം ഇല്ല. ഡു നോട്ട് ഹാവ് എറോഷൻ ഇഷ്യൂസ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് 30 കൊല്ലം നമ്മളെ നശിപ്പിച്ചത്? ഈ നാട്ടുകാരാണോ മറുനാട്ടുകാരാണോ? ഏതൊക്കെ, ഞാൻ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം നല്ല നല്ല കാര്യങ്ങളിലോട്ട് തുറമുഖം കടക്കുമ്പോൾ ഞാൻ ആരെയും കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. In April last year, the Arat procession of Sri Padmanabha Swami temple was rerouted to safeguard olive ridley eggs along the shores of Shangumugam beach. ശംഖുമുഖം ബീച്ചേ കാണില്ല എന്ന് പറഞ്ഞാണ്. ബീച്ച് കാണില്ല, കൊട്ടാരം കാണില്ല, വിമാനത്താവളവും കാണത്തില്ല. കംപ്ലീറ്റ് കടലെടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞ വർഷത്തെ ആറാട്ട് പോലും വഴിതിരിച്ചു വിട്ടു. എന്തിനാണ്? നമ്മുടെ കഥാപാത്രമായ ഒലീവ് റിഡ്ലി ആമയ്ക്ക് മുട്ടയിടാൻ വേണ്ടി, അല്ലെങ്കിൽ ആമ അവിടെയൊക്കെ മുട്ടയിട്ടിരിക്കുന്ന ട്വിസ്റ്റ്, കഥയിലെ ട്വിസ്റ്റ് കാരണം ആറാട്ടിന് പോലും വേറെ വഴി അല്ലെങ്കിൽ വേറെ തീരം തെരഞ്ഞെടുക്കേണ്ടി വന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ദെൻ ലോക്കൽ ഫിഷർമെൻ ആൻഡ് കൺസർവേഷനിസ്റ്റ്, ആരാണ്? പരിസ്ഥിതിക്കാരാണ്, said that it was after a gap of 30 years that olive ridleys had laid eggs at Shangumugam. 30 വർഷം അല്ലേ? 30 years, 30 വർഷത്തിനിപ്പുറമാണ് ഒലീവ് റിഡ്ലി ശംഖുമുഖം തീരത്ത് വന്ന് മുട്ടയിടുന്നത്. നേരത്തെ പറഞ്ഞതല്ലേ, കാരണം
തുറമുഖം വരുമ്പോൾ അവരെ എല്ലാം വിസ ഒന്നും എടുക്കാതെ നാട് കടത്തിക്കും. എല്ലാവരും വല്ല അന്റാർട്ടിക്കയിലോ ആർട്ടിക്കയിലോ ഒക്കെ പോയി ജീവിക്കേണ്ടി വരും. നമ്മുടെ തീരത്ത് മുട്ടയും ഉണ്ടാവില്ല, കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല, മത്സ്യവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ മത്സ്യം നമ്മുടെ വെടിഞ്ഞത്ത് തന്നെ വന്ന കഥ എന്റെ സുഹൃത്ത് റിച്ചൻസ് മൊറായിസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടത്തെ 30 വർഷത്തിനിപ്പുറം ശംഖുമുഖത്ത് ഒലീവ് റിഡ്ലി കഴിഞ്ഞ വർഷം വിരുന്നു വന്നു. അപ്പൊ തുറമുഖവും ഒലീവ് റിഡ്ലിയുമായിട്ടുള്ള ബന്ധം, ആത്മബന്ധം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇന്റർമിഷൻ, കഥയുടെ പുരാവൃത്തം. Port construction is causing permanent damage to the sea ecosystem and destroying marine life and livelihoods of fishermen. കഴിഞ്ഞ 30 വർഷത്തെ നറേറ്റീവ്സ് ഇങ്ങനെയായിരുന്നു. നമ്മുടെ തുറമുഖം വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭീകരമായ ആരോപണങ്ങളായിരുന്നു. An underwater video of വിഴിഞ്ഞം ഷോട്ട് ഇൻ ഫെബ്രുവരി 2015 ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോക്കിയപ്പോൾ പടവും വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ലക്ഷദ്വീപിലെയോ മാൽദീവ്സിലെയോ എവിടത്തെയോ വീഡിയോ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിഴിഞ്ഞമാണെന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് എന്താണ് നേരോടെ നിരന്തരം ചെയ്യുന്നവർ കള്ള വീഡിയോ എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചു. നമ്മുടെ അവിടെ ഡ്രഡ്ജിങ് കാരണം ഇത് മുഴുവൻ ഹിരോഷിമ നാഗസാക്കി പോലെയാക്കി. അവരുടെ വാക്കാണേ, എന്റേതല്ല. ഹിരോഷിമ നാഗസാക്കി പോലെ കടലടിത്തട്ട് മുഴുവൻ മാറ്റി. അവിടെയാണ് ഒലീവ് റിഡ്ലി വിരുന്നു വന്നത്. ഒലീവ് റിഡ്ലി ഇനി വരുന്നുണ്ട്. ആരാണെന്ന് അറിയാമോ പുതിയ നായകൻ? ആ സമയത്ത് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഡൽഹിയിൽ ഇരുന്നുകൊണ്ടാണ് വാദിക്കുന്നത്. ഞാനൊരു വാദം നേരിട്ട് കേട്ടാണ്. ഒലീവ് റിഡ്ലിയുടെ കഥ കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ വാദിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ഹാസ് ബീൻ വോക്കൽ അബൌട്ട് ദ എൻവയോൺമെന്റൽ കൺസേൺസ് surrounding the Vizhinjam Port project in Kerala, India, particularly with regards to the impact on olive ridley turtles. അടിയുടെ സിമ്പൽ പ്രശാന്ത് ഭൂഷൺ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ഒലീവ് റിഡ്ലി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ വാദിച്ചു. അവരുടെ ജീവിതം രക്ഷപ്പെടുത്തണം, തുറമുഖം വരരുത്. ഇവിടെ നിന്നുള്ള റിപ്പോർട്ടെല്ലാം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വാദിക്കുന്നത്. അല്ലാതെ അദ്ദേഹം കടലും കടലാടിയും ഒന്നും കണ്ടിട്ടില്ല. ഇത് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഒലീവ് റിഡ്ലിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വാദം. ആരോപണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തുടരുന്നത്. ദ പോർട്ട് ഇസ് ബീയിങ് ബിൽറ്റ് നിയർ എ ടേർട്ടിൽ നെസ്റ്റിംഗ് സൈറ്റ് ആൻഡ് എൻവയോൺമെന്റലിസ്റ്റ് ഹാവ് റേസ്ഡ് കൺസേൺസ് that the construction and operation of the port could lead to the destruction of the turtles' habitat and disrupt their nesting patterns. തകർത്ത് തരിപ്പണമാക്കി കളയും ആ ജീവജാലങ്ങൾ. ഒലീവ് റിഡ്ലി ആമയും ആമക്കുഞ്ഞുങ്ങളെയും വേരോടെ പറിച്ചെറിയും ഈ പ്രോജക്റ്റ് വന്നാൽ. എന്താണ് ഇപ്പൊ സംഭവിച്ചത്? കപ്പലുകൾ നിരന്തരം വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ വന്നു. മിയയും മെറിയവും വന്നു. അർമേനിയ തോന്നുന്നു, അർമിയ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും വലുത് ഐറിന യൂറോപ്പിൽ നിന്ന് സിംഗപ്പൂരിൽ പോയി തിരിച്ച് ഉള്ള വഴിക്ക് നമ്മുടെ ഇവിടെ വരും. അപ്പോൾ എല്ലാ ദിവസവും 3-4 കപ്പൽ പുറംകടലുണ്ട്. 24 മണിക്കൂറും പോർട്ട് സജീവമാണ്. കപ്പൽ വരികയും പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് നമ്മുടെ ഒലീവ് റിഡ്ലിക്ക് തീരത്തോട്ട് അടുക്കാൻ തോന്നിയത്. ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല. ശംഖുമുഖവും തുമ്പയും ISROയും എല്ലാം അവരുടെ തന്നെ വാസസ്ഥലമായി അവർ തെരഞ്ഞെടുത്തു. ഇവിടെ എന്താണ് ഈ പ്രചരിപ്പിച്ചത്? കഴിഞ്ഞ 30 വർഷമായിട്ട് ചാരപ്പണി നടത്തി ഈ പ്രൊജക്ടിനെ തൊലയ്ക്കാൻ, ഈ രാജ്യത്തെ തൊലയ്ക്കാൻ, ഈ സംസ്ഥാനത്തെ തൊലയ്ക്കാൻ വേണ്ടി ചാരപ്പണി നടത്തിയവർ കണ്ടെത്തിയ കള്ളക്കഥകളാണ് ഈ തരത്തിലുള്ള ആമക്കുഞ്ഞുങ്ങൾ. ഇതുപോലെ പല കഥകളുണ്ട്. ഇത് മാത്രമല്ല, ഇതൊരു ഉദാഹരണം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നത്. ഇതുപോലെ നിരവധി കള്ളക്കഥകൾ പറഞ്ഞ് നമ്മുടെ തുറമുഖത്തെ ഇല്ലാതാക്കിയവർ ഇപ്പൊ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒന്നും വരാനില്ല, മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഫൈറ്റ് മുഴുവൻ തോറ്റു. 30 വർഷമായി നമ്മൾ ഈ വിദേശ പണം കൈപ്പറ്റി നടത്തിയ എല്ലാ പോരാട്ടങ്ങളും പൊളിഞ്ഞ് പാളീസായി പോയത് ഓർത്ത് ഇപ്പൊ വ്യസനിക്കുന്നു. എന്താണ്, വരവ് നിന്നിട്ടുണ്ടാവും. തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന ആ വരവൊക്കെ ഇപ്പൊ നിന്നു. കാരണം എന്താണ്, ഇവിടെ പോർട്ട് പ്രവർത്തിക്കുന്ന ഇനി നിങ്ങൾക്ക് പൈസ തന്നിട്ട് എന്താ കാര്യം? അങ്ങനെയുള്ള നിരവധി കഥകൾ ഇതിനിടയ്ക്ക് ഒലീവ് റിഡ്ലി ശംഖുമുഖത്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നടത്തിയ ഒരു പ്രചരണം കൂടി ഈ സമയത്ത് പറയണമെന്ന് തോന്നുന്നു. ബലിദിനം, വാവു ബലി ദിവസം ഞങ്ങൾ പ്രചരണം നടത്തും. ജീവിച്ചിരിക്കുന്നവർക്ക് ഈ തുറമുഖം കൊണ്ടുവരാൻ കഴിയുന്നില്ല. മരിച്ച പരേതാത്മാക്കളെ നിങ്ങളെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കി തരണേ എന്ന്
ഈ ശംഖുമുഖം പറഞ്ഞപ്പോൾ എനിക്ക് ആ കഥ ഓർമ്മ വന്നു. അതുപോലെ ഇന്നലെ പൊങ്കാല ഇട്ടപ്പോൾ കഴിഞ്ഞ 30 വർഷങ്ങളിൽ മിക്കവാറും പൊങ്കാല ദിവസങ്ങളിൽ ഞങ്ങളും വിമാക് പ്രവർത്തകരും പൊങ്കാല ഇടുമായിരുന്നു. അങ്ങനെയെങ്കിലും എല്ലാ ദേവന്മാരെയും വിളിച്ചു. ആരെങ്കിലും കാരണം അത്രയും വലിയ ശത്രുക്കളായിരുന്നു ഞങ്ങളുടെ മറുപക്ഷത്ത്. പണം കൊണ്ടും ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും മാധ്യമ ബലം കൊണ്ടും ഒക്കെ ഒരു വൻ സംഘത്തെയാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയവരും ദൈവങ്ങളും മാത്രമേ ഞങ്ങൾക്ക് തുണയായിട്ടുള്ളൂ. അങ്ങനെ എല്ലാ പൊങ്കാലയിലും ഞങ്ങൾ ഈ ദിവസം ഈ പ്രാർത്ഥനയുമായി ഒരു ബാനറുമായി ജനങ്ങളുടെ ഇടയിൽ നടക്കും. അങ്ങനെയുള്ള കഥകൾ കൂടി, അങ്ങനെയുള്ള ഓർമ്മകൾ കൂടി ഈ സമയത്ത് വന്നു. ഇനി ഒരു സമ്മാനമാണ്. നമ്മുടെ തിരുവണ്ണനാഥപുരം കുറച്ചു ദിവസമായിട്ടിരിക്കുകയാണ്. അതിന്റെ സമ്മാനം റെഡി ആയിട്ടുണ്ട്. 3 പേരാണ്. ബിമൽ ബെനഡിക്ട് ഷീജകുമാരിയാണെന്ന് തോന്നുന്നു. ബിമൽ അങ്ങ് UK യിലാണ്, മറ്റു 2 പേരും നാട്ടിലുണ്ട്. നമ്മുടെ പട്ടത്തുള്ള ശ്രീ മോഹന്റെ കടയിൽ പോയാൽ 3 പേർക്കും ഈ സമ്മാനം വാങ്ങാവുന്നതാണ്. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടോപ്പ് സ്റ്റാർ കേറ്ററിംഗ് സർവീസസ് ആൻഡ് സ്റ്റേജ് ഡെക്കറേഷൻ, വളവുപ്പാറ, പനച്ചമൂട്, തിരുവനന്തപുരം. ശ്രീ ബൽരാജ് കുറെ ദിവസമായിട്ട് സമ്മാനം തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം വൈകിപ്പോയി, ക്ഷമിക്കുക. എന്തായാലും സമ്മാനം ഇപ്പോൾ റെഡിയാണ്. ജേതാക്കൾക്ക് ഏതാണെന്ന് അറിയാമല്ലോ, തിരുവണ്ണനാഥപുരം എന്ന ആ ക്വിസിൽ പങ്കെടുത്തവരുടെ വിജയികൾ. മറ്റത് ശ്രീ ഹരീഷ് ആ സമ്മാനം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈനിങ് ഓഫ് എലിയാസ് ജോൺ.